ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 71:5 വായിക്കുന്നു. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഈ സങ്കീർത്തനം ഒരു വൃദ്ധൻ്റെ പ്രാർത്ഥന എന്നാണ് തലക്കെട്ട്. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിൽ ബാല്യം മുതൽ ആശ്രയമായിരുന്ന ഒരു ഭക്തൻ്റെ അനുഭവമാണ് ഈ സങ്കീർത്തനം. ഇന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ധ്യാനിക്കാം. തുടങ്ങുന്നത് തന്നെ, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. യഹോവ നമ്മുടെ വിശ്വാസം അർഹിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്നും അവന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായർ 11:6. ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ, യഹോവയിൽ ആശ്രയിക്കുന്നു, ലജ്ജിച്ചു പോകയില്ല എന്ന് നാം വചനത്തിൽ കാണുന്നു. നീതി നിമിത്തം വിടുവിക്കണമേ എന്ന് എന്നെ രക്ഷിക്കണമെന്നും ഭക്തൻ അപേക്ഷിക്കുകയാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. എനിക്ക് ഉറപ്പുള്ള ഒരു പാറയായിരിക്കണമേ, വിടുവിക്കണമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ട്. ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും വന്നു പാർക്കുക, വാക്യം 3. എപ്പോഴും സ്തുതി നീ തന്നെ, വാക്യം 6. എപ്പോഴും പ്രശംസയാൽ വാക്ക് നിറഞ്ഞിരിക്കുക, വാക്യം 8. എപ്പോഴും പ്രത്യാശിക്കുക, വാക്യം 14. എപ്പോഴും നീതിയെയും രക്ഷയും വർണ്ണിക്കുക, വാക്യം 15. എപ്പോഴും നീതിയെക്കുറിച്ച് സംസാരിക്കുക, വാക്യം 24. കർത്താവേ, നീ എൻ്റെ പ്രത്യാശ, ബാല്യം മുതൽ ആശ്രയം. പ്രത്യാശിക്കുവാൻ കൃപ തരുന്ന ദൈവം നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തിയില്ല. ബാല്യം മുതൽ ആശ്രയം വെച്ച ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ഒരു പ്രയാസമില്ലായിരുന്നു. അവന് ആശ്രയിപ്പാൻ യോഗ്യനായ ദൈവം തന്നെ. ഗർഭം മുതൽ താങ്ങിയ ദൈവം. ഒരു ശിശു ദൈവത്തെ അറിയാവുന്നതിന് മുമ്പേ തന്നെ ദൈവം അവനെ താങ്ങി. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. വിശുദ്ധന്മാർ അത്ഭുത വിഷയമാണ്. കാരണം ദൈവം ഭക്തൻ്റെ സങ്കേതമാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. ലോകത്തിൽ അതൊരു അത്ഭുത വിഷയം തന്നെയാണ്. അത്ഭുത വിഷയം. അന്ധകാരത്തിലായിരുന്ന നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നത് അത്ഭുത വിഷയമല്ലേ? എൻ്റെ വായ നിന്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കും. അവൻ്റെ നന്മ അനുഭവിക്കുന്ന നാം അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നുവല്ലോ. അവിടെ കയ്പും പിറുപിറുപ്പും ഉണ്ടാകയില്ല. വാർദ്ധക്യകാലത്ത് ബലം ക്ഷയിക്കുമ്പോൾ തള്ളിക്കളയരുതേ എന്ന ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ തലമുറയിൽ നാം അധികമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന അനുഭവം. വളരെ സങ്കടകരമാണ്. എന്നാൽ ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ശത്രുക്കൾ പല വിധത്തിൽ ഉപദ്രവിക്കുന്നു, ദൂഷണം പറയുന്നു. എന്നാൽ ഭക്തൻ പറയുന്നത്, ഞാനോ പ്രത്യാശിക്കും, മേൽക്കുമേൽ സ്തുതിക്കും. എൻ്റെ വായ ഇടപെടാതെ നിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും. നാം അനുഭവിച്ച സന്തോഷം നാം മറ്റുള്ളവരോട് പറയേണ്ടതാണ്. ഞാൻ യഹോവയെ ആയ കർത്താവിനെ എൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. സഭാമധ്യേ ദൈവത്തിൻ്റെ നീതിയെ കീർത്തിക്കാനായി വരുമെന്ന് ഉറപ്പോടെ ഭക്തൻ പറയുകയാണ്. അടുത്ത തലമുറയോടും നിൻ്റെ ഭുജത്തെയും നിൻ്റെ വീര്യപ്രവൃത്തികളെയും അറിയിക്കുവാനുള്ള ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് വാർദ്ധക്യവും നരയുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് അവൻ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെയും നിസ്തുലതയും വർണ്ണിക്കുന്ന ഭക്തൻ വീണ്ടും ജീവിപ്പിക്കും എന്നുള്ള പ്രത്യാശയോടെ തൻ്റെ കീർത്തനം തുടരുകയാണ്. വീണ കൊണ്ടും കിന്നരം കൊണ്ടും നിന്നെയും നിൻ്റെ വിശ്വസ്തതയും സ്തുതിക്കുകയും, സ്തുതി പാടുമ്പോൾ എൻ്റെ അതരങ്ങളും നീ വീണ്ടെടുത്ത പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എൻ്റെ നാവും ഇടവിടാതെ നിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും എന്ന ഉറപ്പോടെ പ്രത്യാശയോടെ പറഞ്ഞ് സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ്. ഒരു വയസ്സൻ്റെ മനോഹരമായ സങ്കീർത്തനം, പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും സങ്കീർത്തനം. നാം ഓരോരുത്തരും ഇത് സ്വന്തമാക്കി നമ്മുടെ അനുഭവമാക്കി ദൈവത്തിന് സ്തുതി പാടാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു യഥാർത്ഥ ഭക്തന് മാത്രമേ ഇത് പാടാനായിട്ട് സാധിക്കുകയുള്ളൂ. യഥാർത്ഥ ഭക്തരാണോ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിക്കാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം. അവനെ ശരണമാക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ, അവൻ ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ള അനുഭവം. യഹോവ തന്നെ എൻ്റെ ആശ്രയം. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം വിശ്വാസികളായ നമുക്കുണ്ടോ? നമ്മളാരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ?
കടുകുമണിയോളം പോലെയുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, രക്തത്തിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത്. ഈ ഒരു സത്യം നാം ഉൾക്കൊള്ളണം. അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കണം. അതിൻ്റെ അഗാധത മനസ്സിലാക്കി ഓരോ ദിവസവും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.